സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസും BJPയും നിയന്ത്രിക്കുന്ന ചില പേജുകളുണ്ട്. സർക്കാർ ജോലിക്കായി നിയമനം കാത്തിരിക്കുന്നവരാണ് ആ ഗ്രൂപ്പുകളിലുള്ളത്. അതിൽ സർക്കാർ വിരുദ്ധ സന്ദേശങ്ങൾ ബോധപൂർവം ആളിക്കത്തിക്കുകയാണ് കോൺഗ്രസുകാരും BJPക്കാരും. തൊഴിലവസരങ്ങൾ മരവിപ്പിക്കുന്നു, നിയമനങ്ങൾ നടക്കുന്നില്ല എന്നിങ്ങനെയുള്ള വ്യാജ പ്രചാരണങ്ങളാണ് ഈ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. എന്നാൽ സത്യം മറ്റൊന്നാണ്. രാഷ്ട്രീയ താൽപര്യം ലക്ഷ്യമിട്ട് BJPക്കാരും കോൺഗ്രസുകാരും നടത്തുന്ന നുണപ്രചാരണങ്ങളിൽ ഉദ്യോഗാർത്ഥികൾ വീണുപോവുകയാണ്. 2025 മാത്രം 36,813 ഉദ്യോഗാർത്ഥികൾക്കാണ് PSC വഴി നിയമന ശുപാർശ ലഭിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വർഷം ഇത്രയധികം നിയമനങ്ങൾ ഒരു സർക്കാരും നടത്തിയിട്ടില്ല. വളരെ സുതാര്യമായാണ് PSCയുടെ പ്രവർത്തനം. വളരെ കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും പരീക്ഷകൾ നടത്തിയും പരമാവധി വേഗത്തിൽ അഡ്വൈസ് മെമ്മോ അയച്ചുമാണ് PSCയുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. 2025 36,813 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ശുപാർശ അയച്ചതോടെ തുടർച്ചയായ 3-ാം വർഷമാണ് 30,000-ലേറെ പേർക്ക് നിയമന ശുപാർശ എന്ന ചരിത്രപരമായ നേട്ടം PSC കൈവരിച്ചിരിക്കുന്നത്. 2025 902 തസ്തികകളിലേക്കാണ് കേരള PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 1,730 തസ്തികകളുടെ റാങ്ക് പട്ടികയും 1,276 തസ്തികകളുടെ ചുരുക്കപ്പട്ടികയും കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചിരുന്നു. കൂടാതെ 1,405 തസ്തികകളിലേക്കുള്ള പരീക്ഷയും ഈ വർഷം നടത്തി. 2024 34,194 പേർക്കും 2023 34,110 പേർക്കും PSC നിയമന ശുപാർശ നൽകി. കഴിഞ്ഞ 10 വർഷത്തോളമായി അധികാരത്തിലിരിക്കുന്ന 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് സർക്കാർ ജോലിയിലേക്ക് കടന്നു വന്നവരുടെ എണ്ണം 3 ലക്ഷം കവിഞ്ഞു. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന കാര്യത്തിലും സർക്കാരും വിവിധ വകുപ്പുകളും കാര്യക്ഷമമായ ഇടപെടലുകളാണ് നടത്തിയത്. രാജ്യത്ത് BJPയോ കോൺഗ്രസോ ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തിലും കേരളത്തിൽ നടക്കുന്നതിന്റെ പകുതി PSC നിയമനങ്ങൾ നടക്കുന്നതേയില്ല. രാജ്യത്തെ PSC നിയമനങ്ങളുടെ 60% കേരളത്തിലാണ്. സർക്കാർ നിയമനങ്ങളിൽ സംവരണം പാലിക്കുന്നതിലും കേരള PSC രാജ്യത്ത് ഒന്നാമതാണെന്ന് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും PSC നിയമനങ്ങളിൽ നടക്കുന്ന കള്ളപ്രചാരണങ്ങളെ തള്ളിക്കളയാൻ നമുക്ക് ചുറ്റുവട്ടത്തുള്ള എത്ര പേർ കഴിഞ്ഞ 10 വർഷത്തിനിടെ സർക്കാർ ജോലി നേടിയെന്ന് മാത്രം നോക്കിയാൽ മതി.